പി ശ്രീപത്മനാഭൻ, ഈ ദ്വന്ദ്വത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാണ്. ഇത് LDF വേഴ്സസ് UDF, വാക്ക് പ്രവൃത്തി പോര്, അതിൻ്റെ കൂട്ടത്തിൽ ഡീല് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും BJP കൂടെ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൽ ശരിക്കും ഒരു ബൈപോളാർ കോൺടെസ്റ്റ് ആണോ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെയാണോ അഭിലാഷേ? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണോ നടന്നത്? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു മേയർ, CPM-ന് ഒരു മേയർ. അങ്ങനെയാണോ കഴിഞ്ഞ ഞങ്ങൾക്കൊരു MP, CPM-ന് ഒരു MP? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു മേയർ, CPM-ന് ഒരു മേയർ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അനാവശ്യം വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ പത്രക്കാരതിൻ്റെ പിന്നാലെ പോണ്ട, മൈൻഡ് ചെയ്യണ്ട. എനിക്കതാ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ഭാഗത്തുനിന്നുണ്ടായാൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാനിപ്പം മഞ്ചേശ്വരത്താണ്. ഈ മഞ്ചേശ്വരത്ത് കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു വികസനമേ ഉള്ളൂ. അത് നാഷണൽ ഹൈവേ 66 അതായത് തലപ്പാടിയിൽ നിന്നും ഇന്ന് കാസർഗോഡ് ടൗണിലേക്ക് എത്താൻ അരമണിക്കൂർ തികച്ച് വേണ്ട, 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും. UDF-ന്റെ പ്രശ്നം എന്താ അറിയോ? UDF-ന് പകരം വെക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ LDF-നെ കുറ്റം പറഞ്ഞിട്ട് UDF-ന് എന്ത് പകരം വെക്കാനുണ്ട്? 12 വർഷം മുന്നേ ഇറങ്ങിപ്പോയതാണ് ഡൽഹിയിൽ നിന്ന്, മൂക്കറ്റ അഴിമതിയിൽ മുങ്ങിയിട്ട് 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തി മൂക്കറ്റം അഴിമതിയിൽ മുങ്ങി ഇറങ്ങിപ്പോയതാ. അതിനുശേഷം നടന്ന 80% തെരഞ്ഞെടുപ്പിൽ തോറ്റതാ. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ അവസാനമായി കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പ് ഏതാണെന്നറിയോ അഭിലാഷേ? അവസാനമായി കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പ് 2023 നവംബർ മാസത്തിൽ തെലുങ്കാനയിൽ നടന്നത്. 2023 നവംബർ മാസത്തിൽ തെലുങ്കാനയിൽ നടന്നതിന് ശേഷം 2.25 വർഷമായി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട്. 2.25 വർഷമായി. ഹരിയാന തോറ്റു, മഹാരാഷ്ട്ര തോറ്റു, ഡൽഹിയിൽ 0, ബീഹാറിൽ 6. കോൺഗ്രസ് മുങ്ങിപ്പോയി. അപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ ഏതാണ്? അപ്പോൾ ആ കോൺഗ്രസ്സിന് അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ ചെറിയ മുന്നേറ്റം നടത്തിയത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടാണ്. ഇപ്പൊ അവർ എക്സ്പോസ്ഡ് ആയിപ്പോയി. അവരെന്തൊക്കെയാ കാട്ടുന്നത്? തിരുവനന്തപുരത്തെ അരുവിക്കര അസംബ്ലി മണ്ഡലത്തിലെ പഞ്ചായത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഉണ്ടോ? താങ്കൾ ഇരിക്കുന്ന മഞ്ചേശ്വരത്ത് SDPI-യുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയ ആർക്കാ നേട്ടം? കെ സുരേന്ദ്രനെ നേട്ടം. കാരണം അവിടെ ഒരു വോട്ട് പിളർപ്പുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ആരാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അഭിലാഷേ, 26-ാം തീയതി 3 മണിക്കാണ് പിൻവലിക്കാനുള്ള ലാസ്റ്റ് സമയം. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ആ കാര്യം. കളഞ്ഞിട്ട് പോടേ. ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സുരേന്ദ്രൻ D. നായർ പേര് മാറ്റി. അവിടെ അയാളുടെ പേര് വേറെ എന്തോ ആയിരുന്നു, സുരേന്ദ്രൻ വീട്ടുപേരായിരുന്നു. ഇപ്പോൾ സുരേന്ദ്രൻ D. നായരായിട്ട് ഇവിടെ അപരനായി കൊടുത്തിരിക്കുക. തിരുവനന്തപുരത്ത് നാളെ കൊണ്ടുവന്ന് മഞ്ചേശ്വരത്ത് അപരനെ നിർത്തിയിരിക്കുക കോൺഗ്രസ്സുകാർ. പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ അരുവിക്കര മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ഇതാണ് പ്രശ്നം. ഇടതുപക്ഷത്തെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ത്രിപുര മോഡലാണ്. 25 വർഷം ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. കോൺഗ്രസ്സിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്തി. 34 കൊല്ലം ബംഗാൾ ഭരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ്സുകാരെ കൊണ്ട് ആവില്ല എന്ന് കണ്ടപ്പോൾ മമതാ ബാനർജി പുതിയ പാർട്ടി ഉണ്ടാക്കി. കാരണം ഈ ദേശീയ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായിട്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട പഴയ കോൺഗ്രസിൻ്റെ അസ്ഥികൂടമായൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ ബഹളം വയ്ക്കും. നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകണ്ട, മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അവരുണ്ടാക്കുന്ന ബഹളം. കിട്ടിയോ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മാറ്റം എന്ന ഫീലിങ്ങിനെ മാറ്റാൻ എന്തുണ്ട് കയ്യിൽ? ഏത് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ നിന്നാലും, UDF-ന്റെയും BJP-യുടെ അധികാരത്തിൽ നിന്നാലും വൻതോതിൽ അഴിമതി ആരോപണം കൊണ്ടുവരും. ഈ 10 വർഷത്തിനിടയിൽ ഒരു മന്ത്രിക്കെതിരെ വ്യവസ്ഥാപിതമായ അഴിമതി ആരോപണം കൊണ്ടുവരാനോ ഏതെങ്കിലും കാര്യത്തിൽ കോടതി പോയിട്ട് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കാനോ അവർ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വികസനത്തിന്റെ തള്ളലിൽ ഇന്ത്യ രാജ്യത്ത് 23 കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയെന്ന് നിതി ആയോഗ്
വേറെ ആരുമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിതി ആയോഗ് കേരളത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പല കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി വികസനം ചർച്ച ചെയ്തുകൂടെ? ഞങ്ങൾ 140 സീറ്റ് കേരളത്തിൽ നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങൾ മാധ്യമങ്ങൾ വികസനത്തിന്റെ കൂടെ നിൽക്കുമെങ്കിൽ. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. തന്നെ ഉയർന്നു. ഞങ്ങളുടെ 5 വർഷവും നിങ്ങളുടെ 5 വർഷവും, അതല്ലെങ്കിൽ ഞങ്ങളുടെ 10 വർഷവും അതിന് മുമ്പുള്ള 5 വർഷവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം, ഒരു സംവാദമാകാം. ആ സംവാദം ആയാൽ അത് ഗുണകരമാകുമോ? കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി TP സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അഭിലാഷ് ശ്രദ്ധിച്ചു കാണില്ലേ? ചില ആളുകളെ മാർക്ക് ചെയ്ത് തോൽപ്പിക്കണം. കേരളത്തിൽ VD സതീശനെ പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കണം, പക്ഷെ പിണറായി വിജയനെ തോൽപ്പിക്കണമെന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ജിഹോയായി പ്രവർത്തിക്കുന്ന സെൻകുമാർ പറയുന്നില്ല. ഇത് വളരെ കൃത്യമാണ്. നിങ്ങൾ ഒരുമിച്ചാണെന്നേ. BJPയും CPM ഒരുമിച്ച് നിൽക്കുന്നു കേരളത്തിനകത്ത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം, കോൺഗ്രസ് വിമുക്ത കേരളം ഉണ്ടാകണം. ഇതാണ് ഇവരുടെ ടാർഗറ്റ്. BJPക്കും CPMനും ഇടയിൽ ചില ഇടനിലക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വീട്ടിൽ അച്ഛൻ CPMന് വേണ്ടിയും മകൻ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന വീട് ഏതാണെന്ന് അഭിലാഷിന് ഞങ്ങൾ പറയാതെ അറിയാമല്ലോ. വളരെ കൃത്യമായി കേരളത്തിൽ ആസൂത്രിതമായി എന്നാ പിന്നെ പേടിക്കണ്ട. വാക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. VP ശ്രീ പത്മനാഭൻ, കേരളത്തില് നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് തീർന്നു പോവും, കോൺഗ്രസിന് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഇവിടത്തും ഭരണം കിട്ടാനില്ല എന്നൊക്കെ. അപ്പോൾ എപ്പോഴാണോ BJPക്ക് കേരളത്തിൽ ഭരണം കിട്ടുക അത്രകാലം LDF ഭരിച്ചോട്ടെ, അതുവരെ LDF ഭരിച്ചോട്ടെ. ഇതാണോ BJPക്കാരൻ്റെ മനസ്സിലിരിപ്പ്? ഭൂമി ചർച്ചയിൽ ഇന്നാളൊരു ദിവസം കൊടുങ്ങല്ലൂരിനെ പറ്റി ചർച്ച ചെയ്യുന്നത് കേട്ടു. എനിക്ക് ചിരി വന്നു. അഭിലാഷെ, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വോട്ടിംഗ്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിംഗ് ഒന്ന് എടുത്തു നോക്കണം. 14 സീറ്റിൽ 14 സീറ്റ്സിൽ UDFന് 100 വോട്ടില്ല. 100 വോട്ട് തികച്ചില്ല. അവിടെ അടിയിൽ ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ്. കൊടുങ്ങല്ലൂരിൽ മുനിസിപ്പാലിറ്റിയിൽ 14 സീറ്റിൽ 100 വോട്ടില്ല. അത് പോട്ടെ, വെറുതെ ഇതൊക്കെയാണ്. ഈ എത്ര കാലായി നേമത്ത് 3-ാം സ്ഥാനത്ത് കോൺഗ്രസ്സുകാർ? മുരളീധരൻ വന്ന് മത്സരിച്ചിട്ട് രക്ഷപ്പെട്ടോ? കൊടുങ്ങല്ലൂരിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ശശി പത്മനാഭൻ മുനിസിപ്പാലിറ്റി മാത്രമല്ലല്ലോ നിയോജക മണ്ഡലം. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് BJPക്ക് കായികമായി തന്നെ, അല്ലെങ്കിൽ RSSന് കായികമായി തന്നെ ആളുകളെ നഷ്ടപ്പെടുന്ന സ്ഥലമല്ലേ? അവിടെ മതിലിൽ താമര എഴുതി വെച്ച ശേഷം, താമര വരച്ചതിന് ശേഷമല്ലേ അവിടുന്ന് പോകേണ്ടി വന്നത്? ഗോപാലകൃഷ്ണൻ കുറെ കാലമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഗുരുവായൂർക്ക് പോകേണ്ടി വന്നത് എന്താ? എന്നിട്ട് ഒരു ലെസർ നോൺ നേതാവിനെ 2020 ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. താമര പോയിട്ട് ചക്ക വരികയാണ്. ഡീലാണെന്ന് അനൂപ് പറഞ്ഞ അനൂപിനെ നമ്മൾ എങ്ങനെ കുറ്റം പറയും? അത് വോട്ട് എണ്ണുമ്പോൾ അനൂപിന് മനസ്സിലാവും. കോൺഗ്രസ്സുകാർക്ക് ഇപ്പം മെയ് മാസം 4-ാം തീയതി കോൺഗ്രസ്സുകാർക്ക് സൂര്യൻ ഉദിക്കും. അവിടെ നിൽക്കട്ടെ. നീ എന്നെക്കാളും സ്മാർട്ടാണെന്നാണ് നിന്റെ വിചാരം? ഇവിടെ CPMന്റെ പ്രതിനിധി വികസനം പറഞ്ഞു. എന്ത് വികസനം? ശബരിമലയിലെ 4.5 കിലോ സ്വർണം കട്ടതോ? അതാ വികസനം? 30-ാം വയസ്സിൽ MLA ആയ പത്മകുമാറല്ലേ ജയിലിൽ പോയത്? നിങ്ങളുടെ സ്ട്രോങ് കേഡറല്ലേ വാസു അല്ലേ ജയിലിൽ പോയത്? ശങ്കരദാസിന് ഇപ്പോഴും ജാമ്യമല്ലല്ലോ, വിജയകുമാറിന് ഇപ്പോഴും ജാമ്യമല്ലല്ലോ. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഇനി ആഗോള അയ്യപ്പ സംഗമം. ഞാനിപ്പോൾ മഞ്ചേശ്വരത്താ. ശബരിമല സീസണായാൽ കർണാടകയിലെ ഷിമാഗോ ജില്ലയിൽ നിന്നും ഭദ്രാവതി ജില്ലയിൽ നിന്നും ഡാവങ്കരയിൽ നിന്നൊക്കെ 7-8 വയസ്സുള്ള എന്താ പറയുക ബാല അയ്യപ്പന്മാർ മാളികപ്പുറങ്ങൾ നടന്നു പോകും ശബരിമലയ്ക്ക്. കല്ലും മുള്ളും കാലിക്ക് മെത്തയിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ നടന്നു പോകും. അങ്ങനെ നടന്ന് കല്ലും മുള്ളും കാലിക്ക് മെത്തേ എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന അയ്യപ്പന്മാരെ ക്ഷേമം ഉറപ്പുവരുത്താൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പണ്ട് മറ്റേ വിയറ്റ്നാം കോളനിയിൽ കുതിരവട്ടം പപ്പുവട്ടം പറയുമ്പോൾ ടാസ്കി വിളി മാധവിയമ്മയെ ടാസ്കി വിളിന്ന് 12 ലക്ഷം ഉറുപ്പിക്കല്ലേ നിങ്ങൾ ടാക്സി വിളിച്ച് ചെലവാക്കിയത്? ആരാ ആ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി 2,39,840 രൂപ ചെലവാക്കി താജ് ഹോട്ടലിൽ, താജ് കുമരകത്ത് താമസിച്ചത് ആരാ? ഈ കല്ലും മുള്ളും കാലിക്ക് മെത്തേന്ന് കർണാടകയിലെ ഡാവങ്കര ജില്ലയിൽ നിന്ന് നടന്നു പോകുന്ന സ്വാമിമാരെ ക്ഷേമം ഉറപ്പുവരുത്താനാ നിങ്ങൾ താജ് കുമരകത്തെ ആൾക്കാരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? കോൺഗ്രസ്സുകാരിത് പറയാൻ താല്പര്യപ്പെടില്ല. കാരണം എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ പോറ്റി 2 പ്രാവശ്യം സോണിയാഗാന്ധിൻ്റെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ താല്പര്യമില്ല. അവർ ഡീലും മറ്റേതൊക്കെ പറഞ്ഞു നടക്കും, ഞങ്ങളിതൊക്കെ പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിന്ന് എത്ര ലക്ഷം കുട്ടികളാ വിദേശത്ത് പഠിക്കാൻ പോകുന്നത്? +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മനസ്സിലാക്കാം. +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കോളേജുകളിലെ സ്ട്രെങ്ത് ഇപ്പം എത്ര കുറഞ്ഞു?
പല കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. മലയാള ഭാഷ പഠിക്കാൻ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ ചേർന്നത് 2 ആളാണ്. BA മലയാളത്തിന് 2 ആൾ. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ തൊഴിൽ തേടി മലയാളി എവിടെ പോകുന്നു? തൊഴിൽ തേടി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവിടെ തൊഴിലവസരം സൃഷ്ടിച്ചോ? എത്ര പുതിയ ഫാക്ടറി വന്നു? എത്ര പുതിയ സംവിധാനങ്ങൾ കേരളത്തിൽ വന്നു? ഒന്ന് പറ. പിന്നെ ചികിത്സ, അയ്യോ നിങ്ങളുടെ നേതാക്കന്മാർ ചികിത്സിക്കുമോ കേരളത്തിൽ നിന്ന്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം എഴുതി വെക്ക്. ഇനി മേലാൽ 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അസുഖം വന്നാൽ ഞങ്ങൾ അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിലേക്കോ പോകില്ല, കേരളത്തിൽ ചികിത്സിക്കുമെന്ന് പറ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ വിശ്വാസമില്ല. പിന്നെ നിങ്ങൾ പവർ കട്ട് പറയും. പവർ കട്ട് കൂടംകുളം പദ്ധതിക്കെതിരെ സമരം ചെയ്യാൻ പോയത് അച്യുതാനന്ദനല്ലേ? 266 മെഗാവാട്ടാണ് കൂടംകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്തത്. അത് തടസ്സപ്പെടുത്താൻ ഇവിടുന്ന് സമരം ചെയ്യാൻ പോയ അച്യുതാനന്ദൻ്റെ പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പം നിങ്ങൾ ഇത്ര വലിയ കാര്യങ്ങളൊന്നും പറയരുത്. നിങ്ങളുടെ ഭരണം അമ്പേ പരാജയമാണ് എല്ലാ മേഖലയിലും. നിങ്ങൾ PM ശ്രീ ഒപ്പിട്ടില്ലേ? നിങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടില്ല എന്ന് വീണ ജോർജ് വമ്പ് പറഞ്ഞില്ലേ? എന്തേ പേര് മാറ്റി? എന്തേ PM ശ്രീ ഒപ്പിട്ട്? കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമില്ലാത്ത എന്ത് വികസന കേരളത്തിൽ നടക്കുന്നത്? എന്ത് വികസന? റോഡാവട്ടെ, ആരോഗ്യ മേഖലയാവട്ടെ, എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് നടക്കുന്നതാ. 6 ലക്ഷം കോടി ഉറുപ്പ്യൻ്റെ കടബാധ്യതയുള്ള സംസ്ഥാനം എവിടെ നിന്നെടുത്ത് ചെലവാക്കാനാ? കഴിഞ്ഞ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് എത്ര ശതമാനം നീക്കിവെച്ച് ബഡ്ജറ്റിന്റെ? ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഡീലൊന്നായിട്ട് വരണ്ട, ചർച്ച ആരും വഴിതെറ്റിക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പറയാം, 66 നാഷണൽ ഹൈവേ 66, ചെലവ് 63,000 കോടി രൂപ, കേന്ദ്ര വിഹിതം 58,000 കോടി രൂപ. 58,000 കോടി രൂപ. കേരളത്തിൻ്റെ ജീവനാഡി, തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ഹൈവേ. ഇനി ഗെയിൽ പൈപ്പ് ലൈൻ ആര് കൊണ്ടുവന്നു? ഗെയിൽ പൈപ്പ് ലൈൻ 2003 അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുമ്പോൾ കൊണ്ടുവന്നതാ ഈ ഗെയിൽ പൈപ്പ് ലൈൻ സംവിധാനം. അന്ന് അഹമ്മദാബാദിലും കൊച്ചിയിലും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത് അവിടെ 3ാം ഘട്ടം പൂർത്തീകരിച്ചു. എന്നാൽ ഇവിടെ അച്യുതാനന്ദൻ ഭരിച്ചു, ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചു. അവസാനം നരേന്ദ്രമോദി വന്ന് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പൈപ്പിൽ ഗ്യാസ് കൊടുത്തു തുടങ്ങി, ഇവിടെ വരാൻ പോകുന്നേ ഉള്ളൂ. പാലക്കാട്ടെ IIT 2015 14 മോഡി വരുന്നു, 2015 പാലക്കാട് IIT വരുന്നു. എവിടെയാ വന്നതെന്നറിയോ? കോച്ച് ഫാക്ടറി തരാം എന്നും പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പറഞ്ഞു പറ്റിച്ച കഞ്ചിക്കോട്ട്. ഇനി കിസാൻ സമ്മാൻ നിധി 39 ലക്ഷം കൃഷിക്കാർക്ക് കേരളത്തിൽ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത്. ഒരു ഗഡു കേരളത്തിലേക്ക് വന്നാൽ, അതായത് പ്രഖ്യാപിച്ചാൽ കേരളത്തിന് കിട്ടുന്നത് ഏതാണ്ട് 780 കോടി രൂപയാണ്. ഒരു വർഷം കിട്ടുന്നത് 2,300 ചില്ലാനം കോടി രൂപയാണ്. കേരളത്തിലെ 33 ലക്ഷം കുടുംബങ്ങൾക്ക് അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, ഗരീബ് കല്യാൺ അന്ന യോജന, 5,88,000 മഞ്ഞക്കാടുകാർക്ക് 35 കിലോ അരി ഒരു മാസം, അന്ത്യോദയ അന്ന യോജന. 1 മണി അരി കേരളം കൊടുക്കുന്നില്ല, 1 മണി അരി കേന്ദ്ര കൊടുക്കുന്നത്. 29 ലക്ഷം കാർഡുകാർക്ക്, റോസ് കാർഡുകാർക്ക് ഗരീബ് കല്യാൺ അന്ന യോജന. കേന്ദ്ര കൊടുക്കുന്ന ആള് വീതം 4 കിലോ അരി, 1 കിലോ ഗോതമ്പ്, 1 കിലോ പയർവർഗം. ഇനി ഇവിടെ ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതി കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാതിരിക്കുന്നില്ലല്ലോ. ഇതിപ്പോ എന്തോ ആനുകൂല്യം മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടിത്തറന്ന പോലെ അല്ലല്ലോ. അത് ഒരു ഫെഡറൽ സംവിധാനമുള്ള സംസ്ഥാനമല്ലേ? സെൻട്രൽ സ്പോൺസേഡ് സ്കീമുകളുണ്ട്, സംസ്ഥാനം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത സ്കീമുകളുണ്ട്. അതൊക്കെ ഒരു സാധാരണ ഫെഡറൽ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ സാർ? ഇതിലെന്താ അത്ഭുതം? പറഞ്ഞുതരാ 2014 വരെ നികുതികളുടെ സംസ്ഥാന വിഹിതം എത്രയാ? 32%. 2014 മുതൽ നികുതികളിൽ സംസ്ഥാന വിഹിതം 10% വർദ്ധിപ്പിച്ചു. 42%. പട്ടാളം ഉൾപ്പെടെയുള്ള ചെലവുകൾ വഹിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ എംബസികൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ട ചെലവുകൾ വഹിക്കുന്ന കേന്ദ്രം 58% എടുക്കുന്നുള്ളൂ. 42% സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷൻ 6,000 കോടി രൂപ കൊടുത്തു. എന്തേ പല പഞ്ചായത്തിലും പൈപ്പ് തുറന്ന ഗ്യാസ് വരുന്നത്?
സെക്രട്ടേറിയറ്റിൽ പോയി നോക്കണം. സെക്രട്ടേറിയറ്റ് സമര ആരുടെ? കോൺട്രാക്ടർമാരെ. ജൽജീവൻ പദ്ധതിയുടെ പൈസ സംസ്ഥാനം കൊടുക്കായിട്ട് കോൺട്രാക്ടർമാരെ സമര. കേന്ദ്രം കൊടുക്കാനുള്ള 50 കേന്ദ്രം കൊടുത്തു. 50 കേന്ദ്രം കൊടുത്തു. അപ്പൊ ഇതൊക്കെ ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയാക്കി 4,70,000 രൂപയാണ് ഞങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സഹായം കൊണ്ടുണ്ടായതാണ്. പിന്നെ നികുതി ഘടന, ഇൻകം ടാക്സ്, മറ്റ് നികുതി ഘടന, ഇതൊക്കെ ആര് നിശ്ചയിച്ചതാ? ഇന്ത്യ രാജ്യം ഭരണഘടനാ ശില്പികൾ ഞങ്ങളാ. ഈ രാജ്യത്തിലെ ഈ കണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയ ഞങ്ങളാ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടുന്ന് ജയിക്കുന്ന 20 ആൾ കൂടി ഉണ്ടാക്കുന്ന സർക്കാരാ. അല്ലാണ്ട് ഇതങ്ങ് ചൈനയിൽ നിന്ന് ആരെയും വന്ന് ഉണ്ടാക്കുന്ന സർക്കാരൊന്നല്ല. പിന്നെ ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു നിങ്ങൾ ശബരിമലയ്ക്ക് എന്ത് ചെയ്തു എന്ന്. ഇന്റർനെറ്റിൽ പോയാലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കെ സുരേന്ദ്രന്റെ, ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ നോമിനേഷൻ കാണും. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്ക്. 240 കേസാ സുരേന്ദ്രന്റെ പേരിൽ. അതിൽ 200 കേസും 2018 ശബരിമല പ്രക്ഷോഭമാണ്. എത്ര കേസുണ്ട് VD സതീശന്റെ പേരിൽ ശബരിമലയായി ബന്ധപ്പെട്ടിട്ട്? എത്ര കേസുണ്ട് രമേശ് ചെന്നിത്തലയുടെ പേരിൽ ശബരിമലയായി ബന്ധപ്പെട്ടിട്ട്? ഡൗൺലോഡ് ചെയ്ത് നോക്കിയോ. കെ സുരേന്ദ്രന്റെ, ശോഭാ സുരേന്ദ്രന്റെ 200-ലധികം കേസ് അന്നത്തെ ശബരിമല പ്രക്ഷോഭ കേസാ. മനസ്സിലായി? ഇപ്പൊ എത്ര കേസുണ്ട്? ഇപ്പോഴത്തെ അതെ. അതുകൊണ്ട് ആ കൂട്ടത്തില് വായിച്ചു നോക്കിയോ. അതുകൊണ്ട് ആ കൂട്ടത്തില് ഏതാണത്? ആരാ ജയിലിൽ പോയത്? ആരാ ജയിലിൽ പോയത് സാറേ? ആരാ സാറ് ജയിലിൽ പോയത്? ആരാ പോയത്? രമേശ് ചെന്നിത്തല എത്ര ദിവസം ജയിലിൽ കിടന്നു? സതീശൻ എത്ര ദിവസം ജയിലിൽ കിടന്നു? സുരേന്ദ്രനാണ് ജയിലിൽ കിടന്നു. ശോഭാ സുരേന്ദ്രനാണ് ജയിലിൽ കിടന്നു. രമേശ് ചെന്നിത്തല എത്ര ദിവസം ജയിലിൽ കിടന്നു? രമേശ് ചെന്നിത്തല പറ. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്ര ദിവസം ജയിലിൽ കിടന്നു? എത്ര ദിവസം ജയിലിൽ കിടന്നു? പറ. നോമിനേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യും. എത്ര കേസുണ്ട്? കള്ളത്തരം പറയാ. ഇത് ഇന്റർനെറ്റ് യുഗ. നുണ പറയണ്ട. ഈ ചർച്ച കേൾക്കുന്നവർ ഡൗൺലോഡ് ചെയ്യും കേട്ടോ. നുണ പറയണ്ട. നിങ്ങൾ നിർത്തിയതേ. നുണ പറയണ്ട. എത്ര കേസുണ്ട്? സതീശന്റെ പേരിൽ ശബരിമല കേസ് എത്ര എണ്ണമുണ്ട്? രമേശ് ചെന്നിത്തലയുടെ പേരിൽ എത്ര എണ്ണമുണ്ട്? എത്ര എണ്ണമുണ്ട് പറ. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.